നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ചരിത്രം കുറിച്ചിരിക്കുന്നു. പെപ്പിന്റെ സിറ്റി തുടർച്ചയായ 4ാം വർഷവും പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു. തുടർച്ചയായ 4 സീസണുകളിൽ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടുന്ന ചരിത്രത്തിലെ ആദ്യ ടീമായി മാഞ്ചസ്റ്റർ സിറ്റി മാറിയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 7 സീസണുകൾ എടുത്താൽ 6 വട്ടവും സിറ്റി തന്നെ കിരീടം ചൂടിയിരിക്കുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് സിറ്റി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ മത്സരത്തില് അവർ വെസ്റ്റ് ഹാമിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയതോടെ ആഴ്സണലിന്റെ ഭീഷണി മറികടന്നുകൊണ്ട് അവർ തന്നെ കിരീടം ചൂടുകയായിരുന്നു. 1-3 ഗോളുകളുടെ വിജയം എന്ന് പറയുമ്പോൾ സീസണിലെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫിൽ ഫോഡൻ ഇരട്ട ഗോളുകളാണ് അവർക്ക് വേണ്ടി നേടിയത്. ശേഷിക്കുന്ന ഗോൾ റോഡ്രിയുടെ വകയായിരുന്നു. വെസ്റ്റ് ഹാമിന്റെ ഗോള് കുദുസാണ് നേടിയത്. സിറ്റിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ സിറ്റിയുടെ ആധിപത്യം തന്നെയായിരുന്നു. അവർക്ക് വേണ്ടി ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഏർലിംഗ് ഹാലൻഡും ഒപ്പം ഡോക്കുവും ഫോഡനും ഡിബ്രോയിനെയും ബെർണാർഡോ സിൽവയും ഒക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മറുഭാഗത്ത് ലൂക്കാസ് പക്കേറ്റയും അന്റോണിയോയും കുദുസും ഒക്കെ ചേർന്നാണ് വെസ്റ്റ് ഹാമിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ തുടക്കത്തിൽ തന്നെ 2ാമത്തെ മിനിറ്റിൽ തന്നെ കിടിലൻ ഗോളിലൂടെ ഫിൽ ഫോഡൻ സിറ്റിയെ മുന്നിലെത്തിച്ചു. തുടർന്ന് 18ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തന്റെ ബ്രേസ് പൂർത്തിയാക്കുകയായിരുന്നു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് കുദുസിന്റെ കിടിലൻ ഒരു ബൈസിക്കിൾ ഗോൾ വന്നതോടുകൂടി വെസ്റ്റ് ഹാം ഒരു ഗോൾ മടക്കി. പിന്നാലെ ഹാലൻഡിന് ഒരു നല്ല അവസരം ലഭിച്ചെങ്കിലും അദ്ദേഹം അത് പാഴാക്കി കളയുന്നത് കണ്ടുകൊണ്ടാണ് ആ പകുതി അവസാനിക്കുന്നത്. 2-1 ലീഡ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ടായിരുന്നു. 2ാം പകുതിയിൽ റോഡ്രി 59ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചതോടെ 3-1 ലീഡിലേക്ക് സിറ്റി പോയി. അവർ വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു. കളിയുടെ അവസാനത്തിൽ വെസ്റ്റ് ഹാം ഒരു ഗോൾ കൂടി തിരിച്ചടിച്ചെങ്കിലും അത് വാർ ചെക്ക് ചെയ്ത ശേഷം റൂൾഡ് ഔട്ട് ആക്കിയായിരുന്നു. അങ്ങനെ 3-1 വിജയത്തോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി കിരീടം ഉറപ്പാക്കി. തുടർച്ചയായ 4ാമത്തെ കിരീടമാണ് അവർ നേടിയിരിക്കുന്നത്. ആഴ്സണല് 38 കളികൾ 89 പോയിന്റ്. ഇന്നത്തെ കളി അവർ 2-1 എവേർട്ടനോട് വിജയിച്ചിരുന്നു. പക്ഷെ 2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ അവർ റണ്ണറപ്പുകളായിട്ട് മാറുകയായിരുന്നു. 2ാം സ്ഥാനക്കാരായിട്ട് മാറുകയായിരുന്നു. സിറ്റി 38 കളി 91 പോയിന്റ്, ആഴ്സണൽ 38 കളി 89 പോയിന്റ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒടുവിൽ ഫോട്ടോ ഫിനിഷില് സിറ്റി തന്നെ ആ കിരീടം ചൂടിയിരിക്കുകയാണ്. ലിവർപൂൾ അവരുടെ അവസാന മത്സരം, യർഗൻ ക്ലോപ്പിന്റെ അവസാന മത്സരം വിജയിച്ചു കയറി 3ാം സ്ഥാനത്താണ് അവരുള്ളത്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വോൾസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയത്തോടെ അവർക്ക് യർഗൻ ക്ലോപ്പിനെ യാത്ര അയക്കാൻ പറ്റി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും 38 കളി 82 പോയിന്റ് അവർ 3ാമതാണ് ഫിനിഷ് ചെയ്തത്. ആസ്റ്റൺ വില്ലയാണ് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ 4ാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.